പിന്നെ അതിനുശേഷം ഇവിടെ ഒത്തിരി വില്ലകളുണ്ട്. വില്ലകളൊക്കെ ഈ സൈഡിലും ഇതിൻ്റെ അപ്പുറത്തേക്കുണ്ട്. വില്ലകളൊക്കെ കൂടുതലും ഇതുണ്ട്. പ്രയർ സെൻ്ററൊക്കെയാണ് കൂടുതലും ഒത്തിരി ആളുകൾ നമ്മുടെ ഇവിടെ. അതുപോലെ ഹരേ കൃഷ്ണയുടെ ഒരു ടെമ്പിളുണ്ട്. പിന്നെ ഒട്ടനവധി ഈ പ്രയർ സെൻ്ററുകളുണ്ട്. പല പല ഈ പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൻ്റെ ആയിട്ടുള്ള ചർച്ചുകളാണുള്ളത് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ന്യൂ ഹൊറിസൺ സ്കൂളുണ്ട്, ആ സൈഡിലാണ്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ കേരള സമാജം. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിൻ്റെ റോഡ്, അതിൻ്റെ അപ്പുറത്ത് ഓപ്പൺ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം വണ്ടികളുള്ളിലും വെളിയിലൊക്കെയാണ് നല്ല രീതിയിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ ഉള്ളിലോട്ട് വരുന്നതോറും കൺജഷൻ ഉണ്ട്. നിയർ ബൈ പാർക്കിങ്ങൊക്കെ എല്ലാ ഈ ഇതിൻ്റെ അമ്പലത്തിൻ്റെയും പ്രയർ സെൻ്ററിനൊക്കെ ഇടയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും സ്പേസ് ഇവിടെ ഇല്ല. അതുണ്ട് കാരണം ആ ഒരു ഇതുണ്ട്. പക്ഷേ എങ്കിലും നിയർ ബൈ ആയിട്ട് എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടും. പിന്നെ ഇപ്പം ഓണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആഘോഷങ്ങൾ ഇങ്ങനെ തമർത്തിയായിട്ട് നടക്കണം. ആഘോഷങ്ങളുടെ ഒരു വസന്തകാലമാണല്ലോ ഓണം എന്ന് പറയണത് അല്ലേ. നാട്ടിലൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് കഴിയും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മാസങ്ങളോളം എടുക്കും. പക്ഷേ ഇങ്ങനെ ഓരോ പ്രോഗ്രാമായിട്ട് പ്രത്യേകിച്ച് ഫ്രൈഡേകളിലാണല്ലോ അവധിയുള്ളത്. ഫ്രൈഡേകളിലാണ് കൂടുതൽ ഫങ്ഷൻസ് നടക്കുന്നത്. ഇവിടെ മീഡിയ സിറ്റിയിൽ BMCയുടെ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഇതിൻ്റെ നല്ലൊരു സദ്യയുണ്ട്. നെക്സ്റ്റ് വീക്ക് കോട്ടയം പ്രവാസിപുറത്തിൻ്റെ സദ്യ ഇവിടെയാണ് ഉണ്ട്. പെന്തക്കോസ്റ്റൽ ചർച്ച്. നെക്സ്റ്റ് വീക്ക് മറ്റേ കോട്ടയം പ്രവാസിപുറത്തിൻ്റെ 19-ാം തീയതി പ്രോഗ്രാം ഇവിടെയാണ്. അത് 450 പേരുടെ സദ്യയാണ്. കൾച്ചറൽ പ്രോഗ്രാമും എല്ലാം കൂടി ഈ ആഴ്ച ആരുടെ ഉണ്ട്. കഴിഞ്ഞ ഓണത്തിൻ്റെ അന്ന് അങ്കമാലി പ്രവാസി അസോസിയേഷൻ്റെ ആയിരുന്നു. ഇന്നും ഉണ്ട് സദ്യ. ആരുടെ എന്നറിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ഏരിയ. ആ കാണുന്ന ഒരു മുകളിൽ ഷീറ്റിട്ട കെട്ടിടമാണ് ഹരേ കൃഷ്ണയുടെ അതിൻ്റെ ഐമാക് ബെഹ്റൻ മീഡിയ സിറ്റി WL. ഇതാണ് സഖിയിലെ വിശേഷങ്ങൾ. ഇതുപോലെ ഈ സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റ് അടുത്ത സ്ട്രീറ്റിൽ ഇതുപോലെ തന്നെ ഈ പ്രയർ സെൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ബെഹ്റിനൊരു വളരെയധികം ഫ്രീഡം തരുന്നൊരു രാജ്യമാണ് മറ്റൊരു രാജ്യങ്ങളെ അപേക്ഷിച്ച്. കാരണം ബെഹ്റിന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു നാട്ടിലെ ഒരു പ്രതീതി തന്നെയാണുള്ളത്. വളരെ ചെറിയ രാജ്യമാണ്. എവിടെ ചെന്നാലും നമ്മുടെ മലയാളികൾ, മലയാളം ബോർഡുകൾ, മലയാളി കടകൾ, ഇതെല്ലാം